എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയത്, കയ്യും കണക്കില്ലാതെ. അതിന് വല്ലതും ചോദിക്കുന്നുണ്ട് റബ്ബ്? അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കാരം നിലനിർത്തണം എന്നാണ് ഖുർആൻ പറയുന്നത്. തൻഹ അനിൽ ഫഹ്ഷ, എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും മനുഷ്യനെ നിലക്ക് നിർത്തുമെന്നാണ്. വജ്ജഹ്തു വജിയ, നെഞ്ഞത്ത് കൈവച്ച് റബ്ബേ എൻ്റെ മുഖം ഇതാ തിരിച്ചിരിക്കുന്ന ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബിന് നേരെയാണ്, ഞാൻ മുസ്ലിമാണ്, എൻ്റെ ജീവിതവും മരണവും നിസ്കാരവും ബലികർമ്മവും ഒക്കെ റബ്ബിനാണ് എന്ന് പറയുന്നത് മനുഷ്യനെ നന്നാക്കാനാണ്. അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ഒരാൾ അങ്ങനെ നന്നാകണം. ഇങ്ങനെയുള്ളൊരു നമസ്കാരം ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ഏത് രാജ്യത്തും നിസ്കരിക്കണം വളരെ എളുപ്പമാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും ടൂറ് പോകാൻ സമയമുണ്ട്, അതിന് സമയമുണ്ട്, അടുക്കളയിൽ ജോലി ചെയ്യാൻ സമയമുണ്ട്, നിസ്കരിക്കാൻ സമയമില്ല, അതൻ ഖളാ ആക്കുകയാണെന്ന് പറഞ്ഞാൽ എവിടെയാണ്? എല്ലാ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ഇതേപോലെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഉപേക്ഷ വരുത്തിയിട്ടുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞത് മൻ തറക സ്വലാഹ് ഫഖദ് കഫറ, ആരാണോ നിസ്കാരം ഒഴിവാക്കുന്നവൻ കാഫിറായി പോയി എന്നാണ്. സ്വഹാബിമാർ പറയുന്നു, എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കൽ കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ അത് നമസ്കാരമായിരുന്നു എന്നാണ്. അത് നിസ്കരിക്കണം എന്നല്ല പറയാനുള്ളത്, അത് ജമാഅത്തായി തന്നെ നിസ്കരിക്കണം കഴിയുന്ന ആൾക്കാർ എന്നാണ്. ഇപ്പോൾ ടീച്ചർമാരെ സംബന്ധിച്ച് ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല, പക്ഷേ പൊതുവായ ഒരവസ്ഥയിൽ ജമാഅത്തായി തന്നെ നിസ്കരിക്കണമെന്നാണ്. അങ്ങനെ ജമാഅത്തിൽ വിട്ടു നിൽക്കുന്നവർ മുനാഫിഖീങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ടാളുടെ തോളിൽ താങ്ങി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പള്ളിയിലേക്ക് വരുമായിരുന്നു. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിന് ഒരു നന്ദിയുള്ള അടിമ എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി രാത്രി കാലത്ത് നിന്ന് നിസ്കരിച്ച് കാലിലെ മുട്ട് നീര് കെട്ടിയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബി എന്തിനാണ് ഇങ്ങനെ? അപ്പോഴാണ് ചോദിക്കുന്നത്, ഒരു നന്ദിയുള്ള അടിമ ആകണ്ടേ എന്നാണ്. സഹോദരങ്ങളെ, സ്കൂളിൽ എന്തെല്ലാം ജോലിയുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നു, എങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഒരു സമയം കിട്ടുന്നുണ്ടല്ലോ, ആ സമയത്ത് എവിടെയെങ്കിലും ഒരു 4 റക്അത്ത് നിസ്കരിക്കാൻ എന്താണ് ഒരു പ്രയാസം? യാത്രക്കാർക്ക് ഇളവുകളുണ്ട്, രോഗികൾക്ക് ഇളവുകളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു അശ്രദ്ധ പാടില്ല എന്ന കാര്യം ബോധപൂർവം നമ്മുടെ മനസ്സിലുണ്ടാകണം.